എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ബഷീറാണ്, തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്നുള്ളത്. ഈ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ആലത്തൂർ നെല്ലിയാംകുന്നം ഭാഗമാണ് കേട്ടോ. നെല്ലിയാംകുന്നം ഭാഗം. അപ്പോൾ ഈ ഹൈവേന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ അടുത്ത് ദൂരത്തായിട്ട് 7.5 സെൻറ്റ് സ്ഥലത്ത് നല്ല ഒരു ഓടിട്ട വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. 2-3 തെങ്ങ്, മാവ്, പ്ലാവ്, പേര അങ്ങനെ ഒക്കെ അടങ്ങിയിട്ടുള്ള ബോർവെൽ കണക്ഷൻ വെള്ളം, അതുകൂടാതെ പഞ്ചായത്ത് പൈപ്പ് ലൈൻ കണക്ഷൻ വെള്ളത്തിനൊന്നും ഒരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗം. അപ്പോൾ ഈ 7.5 സെൻറ്റ് സ്ഥലത്തിൽ മനോഹരമായ നല്ല ഒരു ഓടിട്ട വീട് വിൽപ്പനയ്ക്ക് വന്നതാണ്. ഇവിടെ നിന്ന് ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ജസ്റ്റ് ഒരു 2 കിലോമീറ്ററോ മറ്റോ ഒക്കെയാണ് ദൂരമുള്ളൂ. ആലത്തൂരിനെ കുറിച്ച് അറിയാവുന്നവർക്ക് സൗകര്യങ്ങളെക്കുറിച്ച് അറിയാം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ളൊരു ഭാഗത്താണ് നമുക്ക് ഈ വീട്. ഇതിൻ്റെ വില ഉടമസ്ഥൻ പറയുന്നത് 15 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. നിലവിൽ 5 ലക്ഷം രൂപ എന്തോ മറ്റോ ലോൺ ഉണ്ട്. അപ്പോൾ ഇതൊരു അർജൻറ്റ് സെയിൽ കൂടെയാണ്. ലോൺ സൗകര്യം നിലവിൽ 5 ലക്ഷം പേർക്ക് ലോൺ അടച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീട് എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കിയാൽ 7.5 സെൻറ്റ് സ്ഥലത്ത് മൈൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്ത് ഈ അടുത്ത വീട്ടിലെന്തോ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ രീതിക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നല്ലൊരു വീടാണ്. ഈ മുകൾ വശമൊക്കെ ഇളക്കി മേഞ്ഞ് പോയ കഴുക്കോലും പട്ടിയും ഒക്കെ മാറ്റി അങ്ങനെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീട്. 15 ലക്ഷം രൂപ പറയുന്നു. വില കുറയുന്നതാണ്. 2-3 റൂമൊക്കെ ഉണ്ട് കേട്ടോ. 2-3 ബെഡ്റൂം, ഹാള്, ഡൈനിങ്, അടുക്കള അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ, നമ്മൾ വന്ന ഉടനെ വീട്ടിലേക്ക് കയറിയ ഉടനെ ഹാളിനോട് ചേർന്നൊരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ. അതിൻ്റെ വാതിലൊക്കെ കണ്ടോ, നല്ല തേക്കിൻ്റെ വാതിലൊക്കെ ഇട്ട് പണിത് മനോഹരമാക്കിയിരിക്കണം. അപ്പോൾ ഈ ഹാളിൻ്റെ ഭാഗത്താണ് നമുക്ക് മുകളിൽ സീലിംഗ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഈ ഓട് കാണത്തക്ക രീതിയിലാണ്. ഇതിന് നമുക്ക് കോമൺ ആയിട്ടാണ് ഒരു ബാത്റൂം സൗകര്യം ഉള്ളത്. ഇതിൽ ഈ ബെഡ്റൂമിനകത്തും സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയതാണ്, വീഡിയോയിൽ കണ്ടപ്പോഴാണ് പെട്ടെന്ന്. അപ്പോൾ സൗകര്യങ്ങളുള്ളൊരു വീടാണ്. നമുക്കിവിടെ തൃശ്ശൂർക്കോ പാലക്കാട്ടിലേക്കൊക്കെ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിൽ ഈ വീടിൽ നിന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ ആലത്തൂരൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒരു 2 വീലറിൽ പോകാൻ ഒരു 5-6 മിനിറ്റ് സമയം മാത്രമേ ആവുള്ളൂ. വീഡിയോ മുഴുവനായും കാണുക. കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക. നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ഓരോ വീടുകളെ കുറിച്ച് നമ്മൾ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുമ്പോൾ പ്രേക്ഷകർ അത് മുഴുവൻ കാണാത്ത രീതിയിൽ, ഇന്നലെ ഇപ്പോൾ ഒരു സ്ഥലം കാണാൻ വന്നിരുന്നു, നമ്മുടെ ഈ തിരുവില്ലാമല ഭാഗത്താണ്. അപ്പോൾ ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 900 മീറ്റർ ഉള്ളിലോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കണമെന്നുള്ളത്. പുള്ളി ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കേണ്ട ദൂരമുള്ളൂ എന്നുള്ളത് എന്ന് കരുതിയിട്ടാണ് പുള്ളി വന്നത്. അപ്പോൾ ഇവിടെ വന്ന് പുള്ളി തട്ടിക്കയറുണ്ടായി. എന്ന് വെച്ചാൽ ഞാനത് വീഡിയോ മുഴുവൻ കണ്ടില്ല, പക്ഷേ ഇത്രയും ദൂരം പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഒരുപാട് ദൂരത്ത് വന്നാന്നുള്ള രീതിക്കൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം, ചെറിയ ബഡ്ജറ്റിനുള്ള വീടുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സെയിലാവും. അപ്പോൾ മുഴുവനായി കാര്യങ്ങൾ വ്യക്തമായി കണ്ടതിന് ശേഷമേ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു സൗകര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, വീഡിയോ മുഴുവനായും കാണുക, കാര്യങ്ങൾ ഇതിൽ പറയുന്നതൊക്കെ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ 2-3 റൂമും കാര്യങ്ങളും അടുക്കളയും വർക്ക് ഏരിയയും സൗകര്യമൊക്കെ ഉള്ളൊരു ഭാഗത്ത് മാവും പ്ലാവും അത്യാവശ്യം കായ്ക്കുന്ന 1-2 തെങ്ങോ അതുപോലെ ഇഷ്ടംപോലെ വെള്ള സൗകര്യമൊക്കെ ഉള്ളൊരു ഭാഗമാണ്. ടൗണിലേക്ക് ഞാൻ പറഞ്ഞു 1-2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് തൃശ്ശൂർക്കും പാലക്കാട്ടേക്കൊക്കെ ഹൈവേയിലേക്ക് ഇറങ്ങാനും അതുപോലെ ഒരു 500 മീറ്റർ 600 മീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ. വെള്ളത്തിന് ഇവർ മുകളിൽ ഒരു ടാങ്കിൽ സ്റ്റോറേജ് ചെയ്ത് അതുവഴിക്കാണ് നമുക്ക് അടുക്കളയിലേക്കും അതുപോലെ ബാത്റൂമിലേക്കൊക്കെ പൈപ്പ് വഴി വെള്ളം വരുന്നത്. സെപ്പറേറ്റ് നമ്മളൊരു ബക്കറ്റിൽ കയ്യിൽ എടുത്തിട്ട് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ ഇതിന് ചുറ്റുഭാഗം അതിർത്തിയൊക്കെ ഉണ്ട്. പക്ഷേ വേലിയൊക്കെ ഇപ്പോൾ പോയി കിടക്കുകയാണ്. കണ്ടോ, അത് ബോർവെൽ കണക്ഷനാണ്. ഇതുകൂടാതെ നമുക്ക് എപ്പോഴും വെള്ളമുള്ള പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട്. പൊതുവെ ആലത്തൂർ ഇത്തിരി വെള്ളത്തിന് ക്ഷാമമുള്ള ഭാഗമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടാകുമെന്നാണ് ഇവർ പറഞ്ഞത്. വെള്ളത്തിനൊരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗത്താണ്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം. ഇതൊരു വിറകുപുരയാണ്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വിറകുകളോ മറ്റൊക്കെ ഒന്ന് ഡംപ് ചെയ്യാനായിട്ട് ഒരു വിറകുപുര. അപ്പോൾ ഈ 15 ലക്ഷം രൂപയ്ക്ക് ഈ സൗകര്യങ്ങൾക്ക് അടുത്തായിട്ട് ഈ വീട് എന്നുള്ളത് ഒരു നഷ്ടം അല്ല. ഈ 15-നും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഓണർ പറയുന്നത്. 5 ലക്ഷം രൂപ നിലവിൽ ഇവിടെ ഏതൊരു ബാങ്കിൽ ലോൺ ഉണ്ട്. ഇതിൽ നമുക്ക് വണ്ടി വരാനുള്ള സൗകര്യം എന്ന് പറയാൻ ഇപ്പോൾ
ഇതൊരു അവിടെ ആ താഴത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഒരു 4-5 സ്റ്റെപ്പ് മുകളിലേക്ക് അങ്ങനെ ഒരു ഹൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വലിയ വണ്ടികളൊന്നും വരില്ല. ഓട്ടോറിക്ഷ പാസഞ്ചർ ഓട്ടോറിക്ഷ അതല്ലെങ്കിൽ ഗൂഡ്സ് ഓട്ടോറിക്ഷ പോലത്തെ വണ്ടികളാണ്. ആ കാണുന്നതാണ് റോഡ് കേട്ടോ. നമ്മൾ ആ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 10-15 കാലടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടായി. അപ്പോൾ അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഗുഡ്സ് ഓട്ടോറിക്ഷ പോലത്തെ വണ്ടി വരും. പക്ഷേ അതിന് മുമ്പ് ഇവിടെ ഇതിനകത്തേക്ക് കയറുന്ന ഈ ഒരു 4-5 സ്റ്റെപ്പ് തട്ടിക്കളഞ്ഞിട്ട് ഈ മതിലിൻ്റെ തൂണും തട്ടിക്കളഞ്ഞിട്ട് അത് അവരുടെ തന്നെയാണ് അതിർത്തി. അപ്പോൾ അവിടെ ഒന്ന് സ്ലോപ്പായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മതിൽ തൂണുകൾ പോയാൽ തന്നെ അത്യാവശ്യം വീതിയായി. പിന്നെ നേരെ ഇവർക്ക് പിന്നെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നേരെ നമുക്ക് ഇതിനകത്തേക്ക് വണ്ടി കയറ്റാൻ പറ്റും. എന്തായാലും വിളിക്കുക, വരിക.